ഇപ്പോൾ 80 മദ്രാസ് മെയിൽ യൂണിയൻ പരിപാടി നടക്കുകയാണ്. മോഹൻലാലും ഹരിഹരനും ജോഷിയും മണിയംപിള്ള രാജുവും മേനകാ സുരേഷും ഭാഗ്യലക്ഷ്മിയും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇതുവരെ ഒറ്റയ്ക്ക് ചേർന്ന് നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടില്ല എന്ന് വലിയൊരു വിഷമമാണ് പറഞ്ഞത്. അതിപ്പോ തീർത്തു കൊടുത്തിരിക്കുകയാണ്. അടുത്തത് ശിവപ്രസാദാണ്. അതായത് പണ്ട് ഉണ്ടായിരുന്ന ശ്രീ സായി പ്രൊഡക്ഷൻസിൻ്റെ പ്രൊഡ്യൂസർ ആർ എസ് ശ്രീനിവാസൻ സാറിൻ്റെ മകനാണ്. അവളൊരു ദേവാലയം, രാജു റഹീമിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞു ഇവിടെ. വിഷ്ണു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, 80കളിൽ മലയാള സിനിമ മദ്രാസിലായിരുന്നു. കോടമ്പാക്കം മലയാള സിനിമയുടെ നടന്മാരുടെയും നടിമാരുടെയും മറ്റ് താരങ്ങളുടെയും ഒക്കെ മറ്റ് ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ കേന്ദ്രമായിരുന്നു. ഈ യൂണിയന് മദ്രാസ് മെയിൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന മോഹൻലാലിൻ്റെ സിനിമയുണ്ട്, നമുക്ക് ആ കാലത്ത് ഓർമ്മയുണ്ട്. ആരൊക്കെ പങ്കെടുക്കുന്നു ഈ ചടങ്ങിൽ? തീർച്ചയായും 1980കളിലെ അതായത് പ്രധാനപ്പെട്ട മലയാള സിനിമ കേന്ദ്രീകരിച്ചിരുന്നത് ചെന്നൈ തന്നെയായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഓർമ്മ പുതുക്കൽ അന്ന് 80കളിൽ ധാരാളം മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ മേഖലകളിലുള്ള ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ളവർ ചെന്നൈ കേന്ദ്രമായി മദ്രാസിലേക്ക് മെയിൽ കയറുന്ന അല്ലെങ്കിൽ ട്രെയിൻ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ തന്നെ ഒരു ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് ഈ ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയ്ക്ക് 80s മെയിൽ യൂണിയൻ എന്നൊരു പേര് തന്നെ നൽകിയിരിക്കുന്നത്. ഇത് 4ാം പതിപ്പാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ 3 വർഷവും ഇവരുടെ ഒരു കൂട്ടായ്മ അവർ ഒത്തുചേർന്നിരുന്നു. എറണാകുളത്ത് തന്നെ പല ഭാഗങ്ങളിലായി അവർ ഒരു ഒത്തുചേരൽ നടന്നിരുന്നു. ഇതിപ്പോൾ എന്റെ 4ാം പതിപ്പാണ് ഇതിപ്പോൾ നടക്കുന്നത്. ഇതിൽ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപാണ് മോഹൻലാൽ എത്തിയതും ചടങ്ങുകൾ ആരംഭിച്ചതും. മോഹൻലാലിനെ ഇപ്പോൾ പൊന്നാട അണിയിക്കുന്നതും അതുപോലെ തന്നെ മോഹൻലാലിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള സമ്മാനങ്ങൾ നൽകുന്ന ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം അദ്ദേഹം കേക്ക് മുറിക്കും. കൂടാതെ മലയാള സിനിമയുടെ 80കളിലൊക്കെ മലയാള സിനിമ അതിൽ അല്ലെങ്കിൽ അരങ്ങ് തകർത്തിരുന്ന നടന്മാരും സാങ്കേതിക പ്രവർത്തകരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രശസ്ത സംവിധായകനായിട്ടുള്ള ഹരിഹരനുണ്ട്, അതുപോലെ ജോഷിയുണ്ട്, കമലുണ്ട്, ഭാഗ്യലക്ഷ്മിയുണ്ട്, മേനകയുണ്ട്. അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്കൊക്കെ അവരുടെ ഒരു ഓർമ്മകളിൽ മാത്രമുള്ള അന്ന് മലയാള സിനിമയെ അടക്കി ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അത്രയും ആളുകൾക്ക് സ്വീകാര്യരായിരുന്ന കലാകാരന്മാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. വർഷങ്ങളായി നടക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി നടക്കുന്ന ഇവരുടെ ഒരു ഒത്തുചേരൽ കൂടിയാണ്. ഏതായാലും മണിയംപിള്ള രാജു ഉണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 80 ആ ഒരു സമയത്ത് സിനിമയിൽ സജീവമായിരുന്ന ആളുകളാണ്. പിന്നീട് പല അവരുടെയൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് തിരുക്കുകളും പിന്നെ സിനിമയുമായുള്ള ബന്ധം വിട്ട ശേഷമൊക്കെ അകന്നുപോയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ഇവരുടെ അന്നത്തെ ഒരു ഓർമ്മ പുതുക്കലിന്റെ ഒരു വേദി കൂടിയാണ്. അതുകൊണ്ട് തന്നെ എത്താൻ സാധിക്കുന്ന പലരും ഇപ്പോൾ ഇവിടെ ഈ വേദിയിലെ ഈ ഒരു ചടങ്ങ് ആരംഭിക്കുന്നതിനോട് അനുബന്ധിച്ച് തന്നെ നേരത്തെ മേനക പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. പലരും വിമാനമാർഗവും അതുപോലെ എത്താനുള്ള അതിന്റെ പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ചില്ലെങ്കിൽ ആ തടസ്സങ്ങൾ ഓരോന്നും അത് ഈ ഒരു പരിപാടിയിൽ എത്തുക എന്നുള്ളൊരു ലക്ഷ്യമുള്ളത് കൊണ്ട് അതിന്റെ അവരുടെ ഒരു ഓർമ്മ പുതുക്കൽ ഉള്ള ഒരു അവസരം കൂടി ആയതുകൊണ്ട് തന്നെ പലരും പല തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവരുടെ ഒരു ധൈര്യപ്രകാരമാണെങ്കിൽ അവരുടെ ഒരു താല്പര്യം കൊണ്ട് ഈ ഒരു കൂട്ടായ്മയോടുള്ള ഒരു താല്പര്യം കൊണ്ട് എത്തിയിരിക്കുന്നവരാണ് പലരും. ഏതായാലും ഇപ്പോൾ കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ ഈ പണ്ടത്തെ കാലത്തുള്ള അവരെയൊക്കെ വീണ്ടും കാണാൻ വേണ്ടിയൊക്കെ ആയി എത്തിയിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ കേക്ക് മുറിക്കൽ ചടങ്ങിലോട്ട് കടക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻലാലിന്റെ ജന്മദിനം, 66ാം ജന്മദിനമാണ്. മലയാളികളെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന ഒരു നടൻ അത് വെറും ഒരു നടൻ മാത്രമല്ല, അവരൊക്കെ വീട്ടിലുള്ള അവരൊരു സുഹൃത്തും ജ്യേഷ്ഠനും ഒക്കെ ആയി കാണുന്ന ആളുകളാണ്. ശരി, ഇപ്പോൾ മോഹൻലാലിനെ ആദരിക്കുകയാണ്. 80കളിലെ മലയാള സിനിമാ താരങ്ങൾ റീയൂണിയനാണ് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടക്കുന്നത്.